അപ്പം ഇവിടെ വിളക്ക് കത്തിക്കുന്നത് പലവരും പറയുന്നുണ്ട്, വിളക്ക് തിരി കൊളുത്തിയാൽ അവരെ അതിനെ ആരാധിക്കുകയാണ്, അവർ ഇസ്ലാമിന് പുറത്തു പോകും, അവർ നാശത്തിലേക്കാണ് പോകുന്നത്. ഈ അന്ധകാരത്തിൽ മുഴുകിയിരിക്കുന്ന അജ്ഞരായ ജീവന്റെ ഉൽപ്പത്തിയാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളൊരു പാത്രത്തിൽ വെള്ളമെടുത്തു, കല്ല് വെച്ച് ആ പാത്രത്തിൻ്റെ അടിയിൽ നിങ്ങൾ തീ കത്തിച്ചു. തീ കത്തി അതിശക്തമായി തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീക്കാണ് ചൂടുണ്ടാകുന്നത്. ആ തീയുടെ ചൂട് ആ പാത്രത്തിലേക്ക് ആ വെള്ളത്തിലേക്കും പകർന്ന് ആ വെള്ളം ചൂടായി തീ ശക്തിപ്പെടുന്നതിനനുസരിച്ച് വെള്ളം ശക്തമായ ചൂടായി അത് തിളച്ചു പ്രവർത്തിച്ചു. തീയാണ് വെള്ളത്തിലൂടെ പ്രവർത്തിച്ചു. ആ വെള്ളത്തിന് തിളച്ചു, വെള്ളം തുള്ളിച്ചാടാൻ തുടങ്ങി, പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ വെള്ളത്തിന് ഈ ചൂടും പ്രവൃത്തിയും നൽകിയത്, തണുത്ത വെള്ളത്തിന് പ്രവൃത്തി നൽകിയത് ആരാ? ആ അഗ്നിയാണ്, ആ തീയാണ്, ചോലയാണ്. തണുത്ത തീയിൽ പ്രവർത്തിക്കാൻ ഊർജം നൽകിയത്, ആ ജ്യോതി പകർന്നത്, ആ നൂറ് പകർന്നു നൽകി. ആ നൂറിനാണ് ജീവൻ. അപ്പോൾ ആ വെള്ളത്തിന് ജീവനുണ്ടായി, വെള്ളം തുള്ളിച്ചാടാൻ തുടങ്ങി. ആ വെള്ളത്തിലേക്ക് നിങ്ങൾ എന്തിട്ടാലും, കട്ടിയുള്ള മാംസം ഇട്ടാലും എന്ത് ഭക്ഷ്യവസ്തുക്കൾ ഇട്ടാലും അതിലേക്കും ചൂട് പകർന്ന് ആ ജീവൻ നൽകി. അതിനെ വേവിച്ച് മാംസത്തെ എത്രമാത്രം കൂടുതലിട്ടാൽ ചിന്ന ഭിന്നമാക്കി കളയും. അപ്പോൾ ചിന്ന ഭിന്നമാക്കി അതിനെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്നത് ആരാണ്? അഗ്നിയാണ്, തീയാണ്, ചൂടാണ്. അപ്പോൾ ആ ജീവനാണ് ആ മാംസത്തിലൂടെ, ആ വസ്തുക്കളിലൂടെ ചൂട് നൽകി പ്രവർത്തിച്ച് അതിനെ വേണ്ടുന്ന വിധമാക്കിയെടുക്കുന്നത് ആരാണ്? അഗ്നിയാണ്. അപ്പോൾ ജീവൻ അഗ്നിയാണ്, ജ്യോതിയാണ്, ആ നൂറുള്ളാക്കാണ് ജീവനുള്ളത്. ആ ജീവനായ അഗ്നി ഈ പ്രപഞ്ചത്തെയും സകല മാനത്തെയും പ്രകാശിപ്പിച്ച് രൂപാന്തരപ്പെടുത്തി മനുഷ്യനെ രൂപാന്തരപ്പെടുത്തി സൃഷ്ടിച്ചു എടുത്തത് ആ അഗ്നിയാണ്, നൂറാണ്, ജ്യോതിയാണ്. അപ്പോൾ അതിനാണ് പ്രവർത്തനമുള്ള, ജീവനുള്ളത്. എല്ലാത്തിനും പ്രകാശിപ്പിക്കാനും വികസിപ്പിക്കാനും പ്രകാശിപ്പിച്ചെടുക്കാനും അഗ്നിക്കാണ്, ജ്യോതിക്കാണ്, നൂറിനാണ് ഇതുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ അമ്പലത്തിലോ മറ്റുള്ള മക്കാമുകളിലെല്ലാം ചെന്നാലും കാണാം, നിലവിളക്കിൽ തിരി എണ്ണ ഒഴിച്ചിട്ട് തിരി വെച്ചിട്ടുണ്ടാവും. ആ തിരി കത്തിച്ചെടുക്കുന്നത്, അമ്പലത്തിൽ ചെന്നാൽ അനവധി തിരികൾ കാണാം. എല്ലാ തിരികളും കത്തിച്ചെടുക്കുന്നത് നിങ്ങൾ ഓരോരുത്തരെയും അന്ധകാരത്തിലും അജ്ഞതയിലും ഇരിക്കുന്ന നിങ്ങളെ പ്രകാശിപ്പിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അമ്പലത്തിൽ അനവധി തിരി വെക്കുന്നത് അമ്പലത്തിൽ വരുന്ന അനവധി ആരാധകരെ പ്രകാശിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ വേറൊരു ഗുണമോ വേറെ ഉദ്ദേശമോ അതിലില്ല. ആ തിരികൾ കത്തിച്ചുകൊണ്ട് ദൈവത്തിന് എന്താ കിട്ടുക, നിങ്ങൾക്ക് എന്താ കിട്ടുക? ഒന്നുമില്ല. നിങ്ങളെ പ്രകാശിപ്പിച്ചെടുക്കുക എന്നുള്ള ഓരോ തിരികളും നിങ്ങളാണ്. ആ തിരിയെ പ്രകാശിപ്പിച്ചെടുക്കുക. അന്ധകാരത്തിലും അജ്ഞതയിലും ഒയ്യിരിക്കുന്ന നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന്, അജ്ഞതയിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുപോയി എല്ലാ അറിവുകളും ഗുണങ്ങളും നൽകി ദൈവികമാക്കി തീർക്കുക എന്നുള്ളതാണ്. ആ ജ്യോതി കൊണ്ട്, ആ അഗ്നി കൊണ്ട്, ജ്യോതി കൊണ്ട്, കൊണ്ട്, അള്ളാഹുവാണ് ആ പ്രകാശം, ജ്യോതി. ആ അള്ളാഹുവിലേക്ക് കൊണ്ട് ചേർത്ത് അള്ളാഹുവാക്കി പ്രകാശിപ്പിച്ചെടുക്കാൻ നിങ്ങളെ എന്നുള്ള. നിങ്ങൾ അച്ഛരായ നിങ്ങൾ അത് വേറെ ആരാധനയാണ്, അള്ളാഹു വേറെയാണ്. അള്ളാഹുവിനെ ഏതാണ് അള്ളാഹു, എന്താണ് അള്ളാഹു നിങ്ങൾക്കറിയാം? അറിയില്ല. നിങ്ങൾ അന്ധകാരത്തിൽ മുഴുകിയിരിക്കുന്നവരാണ്, നിങ്ങൾ അജ്ഞരാണ്. നിങ്ങൾക്ക് ആ പ്രകാശത്തെ നൽകി, ആ പ്രകാശത്തിലേക്ക് കൊണ്ടുവച്ച് നൂറുള്ളാക്കി ആകാശഭൂമികളുടെ പ്രകാശമായ ആ ജ്യോതിയും ആ അഗ്നിയുമായ അള്ളാഹുവാക്കി തീർക്കണം നിങ്ങൾ. അതാണ് ആ പ്രകാശം നിങ്ങൾക്ക് നൽകണം. അതുകൊണ്ട് ഒരു ഉദ്ഘാടനമോ ഒരു വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ വിളക്ക് വെച്ചിട്ട് തിരി കത്തിച്ചെടുക്കുന്നത് ആ സ്ഥാപനത്തെ, ആ മേഖലയെ പ്രകാശിപ്പിച്ച് ജ്വലിപ്പിച്ച് വികസിപ്പിച്ച് എടുക്കുക എന്നുള്ള ഉദ്ദേശമാണുള്ളത്. അജ്ഞരായ അന്ധകാരത്തിൽ മുഴുകിയിരിക്കുന്ന ഇതൊന്നും അറിയാത്ത ഈ ആളുകൾ വിചാരിക്കും അഗ്നിയെ ആരാധിക്കാൻ പോകണം. പാർസികൾ ഈ അഗ്നിയെയാണ് ആരാധിക്കുന്നത്.
അതുകൊണ്ട് തന്നെ പാർസികളെ നോക്കി വടക്കേന്ത്യയിലും ബോംബെയിലെല്ലാം കാണാം. അവരുടെ അത്യുന്നതന്മാരായിരിക്കും. അവർ കോടീശ്വരന്മാരും ഉന്നതിയിലേക്ക് വിദ്യാസമ്പന്നരും ഉന്നതന്മാരുമായിരിക്കും അഗ്നി ആരാധിക്കുന്ന പാർസികൾ. ഈ അന്ധരായ നിങ്ങൾ എല്ലാ വേണ്ടാത്തത്തിലും പൈശാചികത്വത്തിലും അസുരന്മാരും സാത്താന്മാരും പിശാചികളുമായി മാറും. അവരിൽ ഒരു പിശാചിനെ കാണൂല. അവർ ആ അഗ്നിയെ ജ്യോതിയെ തന്നിൽ പ്രകാശിപ്പിച്ചിട്ട് അതുപോലെ ആ നൂറുള്ളയായി തീരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പം ഇവിടെ വിളക്ക് കത്തിക്കുന്നത് പലവരും പറയുന്നുണ്ട്, വിളക്ക് തിരി കൊളുത്തിയാൽ അവരെ അതിനെ ആരാധിക്കുകയാണ്, അത് അവർ ഇസ്ലാമെന്ന് പുറത്തു പോകും, അവർ നാശത്തിലേക്കാണ് പോകുന്നത്. ഈ അന്ധകാരത്തിൽ മുഴുകിയിരിക്കുന്ന ജനങ്ങളുടെ അന്ധമായ വിശ്വാസങ്ങളാണ്. അപ്പം അഗ്നി എന്താണെന്ന് നിങ്ങൾക്കറിയില്ല, ജ്യോതി എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. നൂറുള്ള ഏതാണ് നൂറ്, ഏതാണ് അള്ളാഹു? ആ നൂറുള്ള പ്രകാശമായ അള്ളാഹു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ അള്ളാഹുവിനെ നിങ്ങൾക്കറിയില്ല. നിങ്ങൾ അന്ധകാരത്തിലും അച്ഛതയിലും അന്ധവിശ്വാസത്തിലിരിക്കുന്ന അന്ധവിശ്വാസികളാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ വിമർശിക്കാനോ എതിർക്കാനോ വരരുത്. നിങ്ങൾ വിളക്ക് കത്തിക്കുക. ഏത് സ്ഥാപനത്തിനായാലും എന്തിനായാലും അതിനെ പ്രകാശിപ്പിച്ച് വിപുലീകരിച്ച് എടുക്കുക എന്നാണ് അഗ്നി കത്തിക്കുന്നതിലൂടെ പ്രകാശിക്കുന്നതിനുള്ള ഉദ്ദേശ ലക്ഷ്യം. നിങ്ങളും അതിലേക്ക് കത്തിച്ചൊലിച്ച് വികസിച്ച് എടുക്കുക. അപ്പം ഉദ്ഘാടനത്തിന് തിരി കൊളുത്തുന്നതിൽ എതിർക്കാൻ പോകണ്ട. അജ്ഞരായ നിങ്ങളെ എതിർക്കുള്ളൂ, വേറെ ആരും എതിർക്കില്ല. അപ്പം നിങ്ങൾ അഗ്നിയുടെ തിരി കൊളുത്തുന്നതിന് ഉദ്ദേശ ലക്ഷ്യം മനസ്സിലാക്കുക. ആ സ്ഥാപനത്തെ പ്രകാശിപ്പിച്ച് വ്യാപിച്ച് വലുതാക്കി എടുക്കുക, എല്ലാ ഗുണങ്ങളും നിറഞ്ഞതാക്കി തീർക്കുക എന്നുള്ളതാണ് അഗ്നി തിരി കൊളുത്തുന്നതിലൂടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് മനസ്സിലാക്കാം.